തന്ത്രീനാദം എന്ന സങ്കീർത്തന ധ്യാന പരമ്പരയിലെ 7ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് സങ്കീർത്തനം 100. ഭൂമി മുഴുവൻ കർത്താവിൻ്റെ മുമ്പിൽ ആനന്ദഗീതം ഉതിർക്കട്ടെ. സന്തോഷത്തോടെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവിൻ. ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. കർത്താവ് ദൈവമാണെന്നറിയുവിൻ. അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്. നമ്മൾ അവിടുത്തേതാണ്. നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാകുന്നു. കൃതജ്ഞതാഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ. സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. അവിടുത്തേക്ക് നന്ദി പറയുവിൻ. അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. കർത്താവ് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോർ. സങ്കീർത്തനം 100 ഒരു പ്രദക്ഷിണ ഗീതമാണ്. യാഹ്വേ എന്ന ദൈവവും രാജാവുമാണെന്ന് ഏറ്റുപറയുന്ന 95, 98 മുതലായ സങ്കീർത്തനങ്ങളോട് ഇതിന് സാധർമ്മ്യമുണ്ട്. ഇസ്രായേലിനോട് ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ 2 ഗണമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കീർത്തനമാണ്. അതിൽ 3 ക്രിയകൾ ഉണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ സന്തോഷത്തോടെ ശുശ്രൂഷിക്കുക, സേവ ചെയ്യുക, കർത്താവിന് സ്തോത്രമർപ്പിക്കുക, കർത്താവിൻ്റെ നന്മയും കാരുണ്യവും ഓർത്ത് സ്തുതിക്കുക. സ്തുതിപ്പ് മാത്രമല്ല, കാർമൽ മലയിൽ മുഴങ്ങിക്കേട്ട വിശ്വാസ പ്രഖ്യാപനം. അതായത് ഏലിയാ പ്രവാചകന്റെ പ്രാർത്ഥന മൂലം സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും ബലിപീഠവും അതിന് ചുറ്റും നിറച്ചിരുന്ന വെള്ളവും ഒക്കെ ചാമ്പലായി തീർന്ന അത് കണ്ടിട്ട് ജനം പറഞ്ഞു, കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം. 1 രാജാക്കന്മാർ 18:39. കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം എന്നവർ വിളിച്ചു പറഞ്ഞു. ഇത് ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനമാണ്. ഇനിയും ദൈവത്തിൻ്റെ മുമ്പിൽ സന്തോഷത്തോടെ പെരുമാറണം എന്ന് ലേവ്യരുടെ പുസ്തകം 23:40 വായിക്കുന്നു. നിങ്ങളുടെ കർത്താവിൻ്റെ സന്നിധിയിൽ 7 ദിവസം സന്തോഷിച്ച് ആഹ്ലാദിക്കണം. കൂടാരത്തിരുന്നാൾ ദിവസമാണ് 7 ദിവസത്തെ ഈ ആചരണം ഉണ്ടായിരുന്നത്. ഈ ആചരണത്തെ അവർ വിളിച്ചിരുന്നത് കർത്താവിൻ്റെ മുമ്പിൽ ആഹ്ലാദിക്കുന്ന സമയം എന്നാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ദൈവത്തെ സംബന്ധിച്ച് നമ്മൾ അവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങളാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോഴാണ് മാതാപിതാക്കന്മാർക്ക് സന്തോഷമുണ്ടാകും. അതുപോലെ ദൈവത്തിൻ്റെ മുമ്പിൽ ആഹ്ലാദിക്കണം, സന്തോഷിക്കണം എന്നൊരു കൽപ്പന കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയും കർത്താവുമായിട്ടും സുവിശേഷവുമായിട്ടും ചേർത്ത് ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ കർത്താവ് തൻ്റെ രക്തത്താൽ പുതിയ ഉടമ്പടിക്ക് തുടക്കം കുറിച്ചപ്പോൾ സഭ അതിന് പേരിട്ടത് യൗക്കരിസ്തീയ എന്ന വാക്കുകൊണ്ടാണ്. പരിശുദ്ധ കുർബാനയ്ക്ക് ഗ്രീക്ക് ഭാഷയിൽ ഉള്ള വാക്ക് ആണ്
എവ്കരിസ്തീയ. അതിൻ്റെ അർത്ഥം കൃതജ്ഞതാ സ്തോത്രം. കർത്താവ് അപ്പം എടുത്ത് ആശീർവദിച്ച് ദൈവത്തിന് സ്തോത്രമർപ്പിച്ചു, കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് എന്നാണ് ലൂക്ക 22:19 നമ്മൾ വായിക്കുന്നത്. കർത്താവ് യഥാർത്ഥത്തിൽ ചെയ്തത് ഒരു യഹൂദൻ ശാബത്ത് ദിവസവും പ്രത്യേകിച്ച് പെസഹ ദിവസവും അപ്പമെടുത്ത് കൈകളിൽ ഉയർത്തി ദൈവത്തിൻ്റെ സ്വർഗത്തിലേക്ക് നോക്കി ബാറൂഖ് അത്ത അദോണായി എന്നുള്ള പ്രാർത്ഥന, ലത്തീൻ ക്രമത്തിൽ അപ്പവും വീഞ്ഞും സമർപ്പിക്കുമ്പോൾ ഇപ്പോഴും സഭ ചൊല്ലുന്ന പ്രാർത്ഥന യഹൂദരുടെ പ്രാർത്ഥനയാണ്. ബ്ലസ്ഡ് ആർ യു ലോർഡ് ഗോഡ് ഓഫ് ഓൾ ക്രിയേഷൻ, ഫ്രം യുവർ ഗുഡ്നെസ് വി ഹാവ് റിസീവ്ഡ് ദിസ് ബ്രെഡ് എന്ന് തുടങ്ങുന്ന ഈ പ്രാർത്ഥന. എഫേസ്യർ ലേഖനം 2:10 നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. എന്താണ് ഈ സൽപ്രവർത്തികൾ? നമ്മുടെ പുണ്യപ്രവർത്തികളാണോ? അതിനേക്കാൾ കൂടുതലായി ഈ സൽപ്രവർത്തികൾ എന്ന് പറയുന്നത് ദൈവത്തെ സ്തുതിക്കുക എന്നുള്ള കാര്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം എന്ന് 1 പത്രോസിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രഘോഷിക്കുക, ഇതാണ് ദൈവത്തിന് ഉചിതമായ സ്തോത്രബലി. ആധുനിക ലോകവുമായിട്ട് ചേർത്ത് വായിക്കുമ്പോൾ എന്തിനാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്. ദൈവത്തെ കയ്യിലെടുക്കാൻ വേണ്ടി, ദൈവത്തെ നമ്മുടെ കുറ്റിയിൽ കൊണ്ട് കെട്ടാൻ വേണ്ടി ആണോ ഈ പണി? അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ പ്രകീർത്തിക്കുന്നത് പോലെയാണോ ദൈവത്തെ പ്രകീർത്തിക്കുക? ആധുനിക ലോകം ദൈവത്തെ സ്തുതിക്കാൻ മടിക്കുന്നു. ഞാൻ ഓർക്കുന്നു, മുമ്പ് ജർമ്മനിയിലെ ഒരിടവകയിൽ ബാലികാ ബാലന്മാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് ചോദിച്ചു, എന്തിനാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്? ഞാൻ 6 മണിക്കൂർ പണിയെടുക്കുന്നു ഒരു ദിവസം, ഞാൻ സമ്പാദിക്കുന്ന പൈസ കൊണ്ട് ഞാൻ ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുന്നു, എന്തിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കേണ്ടത്? ദൈവവുമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ബന്ധം മനസ്സിലാക്കാൻ ആധുനിക തലമുറയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. നാം വായിക്കുന്നു സങ്കീർത്തനം 22:3 ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനാണ്. ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അങ്ങ് പരിശുദ്ധനാണ്. ഇതുപോലെ നാമും സഭയിൽ മാലാഖമാരോടൊത്ത് പല പ്രാവശ്യം പരിശുദ്ധൻ 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 എന്ന് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്നത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ദൈവത്തിന് എന്തെങ്കിലും ഉപരിയായ നന്മകളോ സന്തോഷമോ ലഭിക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് പറയാനുള്ളത്. നമ്മുടെ സ്തുതിപ്പുകൾ കൊണ്ട് ദൈവത്തിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. പിന്നെയോ മാറ്റം ഉണ്ടാകുന്നത് നമ്മളിൽ തന്നെയാണ്. നമ്മുടെ തക്സായിലെ കുർബാന തക്സായിലെ 17-ാമത്തെ പ്രൊമിയോനിൽ ഇങ്ങനെ നാം വായിക്കുന്നു,
സൃഷ്ടികളിൽ നിന്നുള്ള സ്തുതിപ്പുകൾ അവന് ആവശ്യമില്ല. എങ്കിലും ശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടി ശ്രോപ്പന്മാർ അവനെ സ്തുതിക്കുന്നു. അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ വേണ്ടി ക്രോബകൾ അവനെ പുകഴ്ത്തുന്നു. നിർമ്മലരാകുവാൻ വേണ്ടി മാലാഖമാർ അവനെ പുകഴ്ത്തുന്നു. മഹത്വം പ്രാപിക്കാനായി സ്തുതിഗായകന്മാർ അവനെ മഹത്വപ്പെടുത്തുന്നു. മനുഷ്യർക്ക് പാപപരിഹാരം നൽകാൻ വേണ്ടി അവരുടെ കാഴ്ചകളും സ്തുതികളും പരിശുദ്ധനായ അവൻ കൃപയോടെ സ്വീകരിക്കുന്നു. മാലാഖമാർ പോലും ദൈവത്തെ സ്തുതിക്കുന്ന വഴിയായിട്ട് അവർ ശുദ്ധീകരിക്കപ്പെടുന്നു, അവർ നിർമ്മലരാകുന്നു, അവർ കൂടുതൽ മഹത്വം പ്രാപിക്കുന്നു. എന്നാൽ മനുഷ്യരാകട്ടെ, മനുഷ്യർക്ക് പാപപരിഹാരം നൽകാൻ വേണ്ടി അവരുടെ കാഴ്ചകളും സ്തുതികളും പരിശുദ്ധനായ കർത്താവ് കൃപയോടെ സ്വീകരിക്കുന്നു. ഇതാണ് നമ്മൾ പ്രൊമിയോനിൽ വായിക്കുന്നത്. അതിനാൽ കൂടുതൽ ദൈവത്തെ സ്തുതിക്കുന്ന വഴിയായി ദൈവത്തിൽ മാറ്റമുണ്ടാകുന്നു എന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മളിലാണ് മാറ്റമുണ്ടാകുന്നത്. നമ്മളിൽ ദൈവത്തിൻ്റെ കൃപയുടെ ഒഴുക്കിന് ഉള്ള തടസ്സങ്ങൾ ഓരോന്നായിട്ട് മാറിപ്പോകുന്നു. അനേകം വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രൊട്ടസ്റ്റൻ്റ് പാസ്റ്റർ എഴുതിയൊരു പുസ്തകം ഞാൻ വായിച്ചിരുന്നു. ദ പവർ ഓഫ് പ്രൈസ്, സ്തുതിയുടെ ശക്തി എന്നാണ് എൻ്റെ പേര്. അത് എൻ്റെ ചിന്തയിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു പുസ്തകമാണ്. ദ പവർ ഓഫ് പ്രൈസ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവത്തെ സ്തുതിക്കാൻ പഠിക്കുകയാണെങ്കിൽ എല്ലാ സങ്കടത്തിലും നിരാശയിലും നഷ്ടങ്ങളിലും ഒക്കെ ദൈവത്തെ സ്തുതിപ്പാൻ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ തന്നെ ചിന്താഗതി ഒത്തിരി മാറും എന്ന് മാത്രമല്ല, മറ്റുള്ളവരോടുള്ള ബന്ധങ്ങൾ ശരിയാവുകയും ചെയ്യും. ഈ ചിന്തകൾ മനസ്സിൽ സമാഹരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്നാണ് ഞങ്ങളെ സൃഷ്ടിച്ചത്, ഞങ്ങൾ അവിടുത്തേതാണ്, ഞങ്ങൾ അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാകുന്നു എന്ന് ഏറ്റുപറയുന്നു. അതിനാൽ കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ മുമ്പിൽ പ്രവേശിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്, അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കുന്നു എന്ന് 100-ാം സങ്കീർത്തനത്തോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ സ്തുതിക്കുന്നത് വഴിയായി അങ്ങയിലല്ല മാറ്റം ഉണ്ടാകുന്നത്, ഞങ്ങളിലാണ്. കൂടുതൽ കൃപകൾക്കായി ഞങ്ങളുടെ ഹൃദയമാണ് ഒരുക്കപ്പെടുക എന്നുള്ള ചിന്തയോടെ നിരന്തരമായ സ്തോത്രത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന് നിൻ്റെ സമാധാനം ദാനമായി നൽകണമേ. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ സമ്മാനമായി ഉയർപ്പിൻ്റെ ദിവസത്തിൽ ഞങ്ങൾക്ക് നൽകിയ സമാധാനം ഈ ദിവസവും തുടർന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദിമുതൽ എന്നേക്കും. ആമേൻ.